അനന്തവല്ലി ചേച്ചി വന്ന് എന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോഓപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, അതാണ് പറഞ്ഞതിന്റെ സംക്ഷിപ്തം അതാണ്. അല്ല മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ കയറി ചെയ്യാനൊക്കത്തില്ല. ആരാണോ സഹകരണ വകുപ്പ് അവരെ കൊണ്ട് പറഞ്ഞ്, പാവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കരുതൽ, കരുണ, ദയ, കാരുണ്യം എല്ലാമെങ്കിൽ ഉറപ്പായിട്ട് ഈ കാശ് ഇഡിയിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് വെച്ച് വീതം വെച്ച് കൊടുക്കണം. അവിടെയാണ് ഈ കലുങ്ക് സംഗമ എന്താണ് അതിന്റെ ഉദ്ദേശം നടപ്പിലാവുന്നത് അവിടെയാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ കയറരുത്, ഇത് തെളിവായി പൊന്തി വരരുത്, ഇത് നിങ്ങളുടെ ഒരു ജനകീയ മുന്നേറ്റമായി വരരുത് എന്ന് ഉദ്ദേശമുള്ളവർക്ക് ഉറപ്പായിട്ടും വക്രീകരിക്കാനുള്ള ത്വരയുണ്ടാവും. അതിനെനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, അത് അവരുടെ അവകാശം. പക്ഷെ ദൈവമെന്നൊരാളുണ്ട്, കിട്ടിയിരിക്കും. എന്റെ വിശ്വാസം അതാണ്. അതുകൊണ്ട് പൊതുവിഷയങ്ങൾ അല്ലാതുള്ള വ്യക്തിപരമായ വിഷയം വന്നാൽ അത് ജില്ലാ പ്രസിഡന്റ്, ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ്, അവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. അതായത് ക്വാറിക്കാരുടെ നിന്ന് 2 കോടി വാങ്ങുന്ന ജില്ലാ പ്രസിഡന്റുമാരാരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ അതിനൊപ്പം അങ്ങനെയും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, വെളിയിലെടുത്ത് കളഞ്ഞു തരാം. ഞാൻ എൻ്റെ പ്രവർത്തന കാര്യങ്ങളിൽ കൊണ്ടുവരുന്ന ഇടപാടുകളിൽ എന്തെങ്കിലും സത്യസന്ധമായി നിങ്ങൾക്ക് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തെളിവ് സഹിതം ഒരു ഫ്രോഡ് നടന്നു എന്ന് വെച്ചാൽ പുറത്താക്കി തരാം. അവരും കേൾക്കുകയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങളുമായി മുന്നോട്ട് വരാം. പറയാനുള്ളവർ ഇവിടെ വന്ന് നിന്ന് എന്നെ ഒപ്പുന്നത് പോലെ നിങ്ങളെയും അവർക്ക് ഒപ്പാൻ സാധിക്കണം.